കണ്ണൂരിൽ 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിൽ. ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ പി ശ്രീധരനാണ് പിടിയിലായത്. പൂഴിമണ്ണ് ശേഖരിച്ച് വിൽപ്പന നടത്താനുള്ള അനുമതിക്കാണ് ചെറുകുന്ന് സ്വദേശിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത്. സുമേഷ് മോറാഴ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, ഇത് എപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലിയുമായി പിടിയിലാകുന്നത്? ഇത് കൃത്യമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ വിജിലൻസിന്റെ നടപടി? തീർച്ചയായും ടോം, കണ്ണൂർ ചെറുകുന്ന് സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഈ വിജിലൻസ് കൈയോടെ പിടികൂടുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ മിനറൽ റവന്യൂ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീധരൻ PV ഇദ്ദേഹത്തെയാണ് ഇന്നലെ വിജിലൻസ് പിടികൂടിയത്. ഇദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. തളിപ്പറമ്പ് കുറ്റിയേരി സ്വദേശി കൂടിയാണ്. ഇദ്ദേഹത്തെ ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പരാതിക്കാരൻ ഈ പൂഴിമണ്ണ് ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള അനുമതിക്കായി 2025 ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസം ജില്ലാ മൈനിങ് ജിയോളജി ഓഫീസിൽ ഈ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അനുമതി നൽകുന്നതിന് ഈ മൈനിങ് ജിയോളജി ഓഫീസിൽ മനഃപൂർവ്വം ഈ കാലതാമസം വരുത്തിയതിനെ തുടർന്ന് ഇദ്ദേഹം ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ സർക്കാർ തുടർന്ന് ഈ ഹൈക്കോടതി ഒരു അനുകൂല വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹം ഈ ഹൈക്കോടതി നിന്ന് അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 8-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ 8-ാം തീയതി ജിയോളജി ഓഫീസിൽ നിന്നും ഈ പരാതിക്കാരനെ ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ, ഈ മതിയായ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ രേഖകളുമായി ഇദ്ദേഹം ഈ ഓഫീസിൽ എത്തുകയും ഈ റവന്യൂ ഇൻസ്പെക്ടർ ശ്രീധരനെ നേരിൽ കാണുകയും പിന്നീട് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനായി പിന്നീട് എത്തിക്കൊള്ളാമെന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അതായത് ഞാനിത് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഇപ്പോഴേതല്ല അവിടെ വരുന്നില്ല, ചെറിയ തിരക്കിലാണ്, എന്നാൽ പിന്നീട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇൻസ്പെക്ഷൻ നടത്താൻ ഉദ്യോഗസ്ഥർ എത്തതിനെ തുടർന്ന് വിവരം തിരക്കുന്നതിനായി തുടർന്ന് ഈ പരാതിക്കാരൻ മിനിഞ്ഞാണ്, അതായത് 15-ാം തീയതി വീണ്ടും ഈ ഓഫീസിൽ എത്തുകയും ഈ ഇദ്ദേഹത്തെ ഈ മൈനിങ് ഇൻസ്പെക്ടറായ ശ്രീധരൻ നേരിൽ കാണുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ മറുപടി, അതായത് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ തന്നെ അതായത് ഇദ്ദേഹത്തെ അതായത് തന്നെ വേണ്ട വിധത്തിൽ കാണണം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് പ്രത്യക്ഷമായി ഇദ്ദേഹത്തെ പൈസ കൊടുക്കണം, അതായത് പൈസ നൽകിയാൽ കഴിഞ്ഞാൽ മാത്രമേ അതിന് അനുമതി നൽകുകയുള്ളൂ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു മറുപടിയായിരുന്നു ഇദ്ദേഹത്തിന്. സ്ഥിരം കൈക്കൂലിക്കാരനാണോ? ഇതിനു മുൻപ് പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? ടോം, ഏതായാലും ഇദ്ദേഹത്തിന്റെ, അതായത് ഇന്ന് ഇദ്ദേഹത്തെ പിടികൂടിയത് കൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, അതായത് തളിപ്പറമ്പ് കുറ്റിയേരിൽ വീട്ടിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ, അതായത് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ ഒരു ഇതുപോലെ ഒരു റെയ്ഡ് നടത്തുകയും, അവിടെ നിന്നും അതായത് മതിയായ രേഖ, അതായത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരം രീതികൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ തട്ടിപ്പ് നടത്തിയായിട്ടുള്ള ഒരു വിവരമാണ് ഏതായാലും വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ കാലങ്ങളിലും ഇദ്ദേഹം ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ഏതായാലും ഈ വിജിലൻസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ 4:30 കൂടിയാണ് ഇദ്ദേഹത്തെ ഇരണാവ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെ ഈ തന്ത്രപരമായി ഈ വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ നൽകി. എന്തായാലും ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ഇതൊക്കെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് ആലോചിക്കുന്നത് നല്ലതാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം തുടക്കത്തിലൊക്കെ ചെറിയ തുകകളാണ് നിങ്ങൾ വാങ്ങുന്നത്, പിന്നീട് വലിയ വലിയ തുകകളിലേക്ക് മാറുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ വിയർപ്പിൻ്റെ അധ്വാനമാണ്, അതിൻ്റെ ഒരു പങ്കാണ് അന്യായമായി ഈ കൈക്കൂലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൈപ്പറ്റാൻ ശ്രമിക്കുന്നത്. കണ്ണൂരിൽ 15,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.